നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാനം രാജേന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട മാറ്റിവെച്ചിരുന്ന എറണാകുളത്തെ 2 മണ്ഡലങ്ങളിലായുള്ള നവകേരള സദസ്സ് തുടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ഈ ഇടങ്ങളിലെല്ലാം തന്നെ പുതിയ മന്ത്രിമാരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു മന്ത്രിമാർക്കൊപ്പമാണ് ഈ പുതിയ 2 മന്ത്രിമാരും ഉണ്ടായിരുന്നത്. ഗണേഷ് കുമാറാണ് കൂട്ടത്തിലെ ഗ്ലാമർ താരമെന്നതിൽ തർക്കമില്ല. മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറും ഒരുമിച്ചെത്തിയ വേദിയിൽ പലയിടത്തും ഗണേഷ് കുമാറിന് ജയ് വിളിക്കുന്നതും ഗണേഷ് കുമാറിന് കൈയടിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ഒരു നിറസാന്നിധ്യമായി ഗണേഷ് കുമാർ മാറുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പ്രകടനമെന്ന് വ്യക്തമാണ്. മുള്ളുരുത്തിയിൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കണ്ണിൽ കണ്ടതെല്ലാം കേരള പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അങ്ങനെ ചെരുപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നുപോയ വഴിയിൽ ഷെഡിനുള്ളിൽ ഇരുന്ന സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന പുത്തൻ ചെരുപ്പാണ് പോലീസിന്റെ കരുതൽ തടങ്കലിൽ ആയത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ചെരുപ്പ് കരുതൽ തടങ്കലിലായ ആദ്യത്തെ സംഭവമാകും ഇത്. കാലിലാണ് ചെരുപ്പ് ഇടേണ്ടത്. ചെരുപ്പ് കയ്യിൽ കണ്ടതോടെ പോലീസിന് സംശയമായി. പുതിയ ചെരുപ്പ് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടും പോലീസിന് വിശ്വാസം വന്നില്ല. മുഖ്യമന്ത്രി പോയ ശേഷം നൽകാമെന്ന് പറഞ്ഞ് ആ ചെരുപ്പും കസ്റ്റഡിയിലെടുത്തു. പിറവം നിയോജക മണ്ഡലം നവകേരള സദസ്സ് വേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നുപോയ വഴിയിൽ മുള്ളന്തുരുത്തി കരവേട്ടുകുരിശിയിലാണ് സംഭവം. നവകേരള ബസ് എത്തുന്നതിന് അരമണിക്കൂർ മുമ്പായിരുന്നു പോലീസ് നടപടി. മുഖ്യമന്ത്രിക്കും ബസ്സിനും നേരെ ചെരുപ്പ് എറിഞ്ഞിരുന്നു. ഇനി ചെരുപ്പ് എറിയില്ല എന്നും KSU പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും പോലീസ് വിശ്വാസത്തിന് എടുത്തിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ സംശയവുമായി ബന്ധപ്പെട്ട് INDCU തൊഴിലാളികളുടെ ഷെഡിൽ നിരീക്ഷണത്തിനെത്തുകയായിരുന്നു പോലീസ്. തൊഴിലാളികളോടും ഷെഡിലിരുന്ന് സംസാരിക്കുന്ന 2 യുവാക്കളെ കണ്ടതോടെ സംശയമായി. വിശദമായ പരിശോധനയിൽ ഒരാളുടെ കയ്യിൽ കവറിൽ ചെരുപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. പുതിയ ചെരുപ്പ് വാങ്ങി വീട്ടിലേക്ക് പോകും വഴിയാണ് എന്ന് വിശദീകരിച്ചുവെങ്കിലും അത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി കടന്നുപോകും വരെ ജീപ്പിനുള്ളിൽ പോലീസ് കാവലായിരുന്നു. ചെരുപ്പ് ബസ് പോയതിനു ശേഷം ചെരുപ്പ് ഉടമസ്ഥന് തിരികെ നൽകുകയും ചെയ്തു. അങ്ങനെ ചെരുപ്പ് ഒഴിവാക്കാനായി പോലീസ് മുൻകരുതൽ എടുക്കുകയായിരുന്നു. INTUC തൊഴിലാളികളുടെ ഷെഡിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തായിരുന്നു പോലീസിന്റെ ഈ കരുതൽ എല്ലാം. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും സംഘവും പിറവത്തേക്ക് പോകുമ്പോൾ പ്രതിഷേധിക്കുമെന്നും കരുതി 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിരുന്നു. മുള്ളുരുത്തിയിലൂടെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്നതിന് 1.5 മണിക്കൂർ മുൻപ് മുള്ളുരുത്തി പള്ളിത്തോഴം കവലയിൽ കരിങ്കൊടിയുമായി കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ജിത്തു, ജോമോൻ തുടങ്ങി നിരവധി ആളുകളെയാണ് ഇത്തരത്തിൽ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയത്.